നമ്മുടെ കോവയ്ക്ക നമുക്ക് ജനുവരി മുതൽ ഒരു മെയ് മാസം വരെ ഒരുപാട് നമുക്ക് കിട്ടുന്ന ഒരു പച്ചക്കറിയാണ്. പക്ഷെ എന്താ കുഴപ്പമെന്നറിയാമോ? നമുക്ക് ഈ പച്ചക്കറി ആവശ്യത്തിൽ കൂടുതൽ ലഭ്യമാകും ആ സമയത്ത്. അപ്പൊ നമുക്കൊരു വിമുഖത വരും, ദിവസവും കോവയ്ക്ക് എന്തിനാണ് നമ്മളിങ്ങനെ കഴിക്കുന്നതെന്ന്. പക്ഷെ കോവയ്ക്ക് കഴിക്കുന്നതിന് ഒത്തിരി ഗുണങ്ങളുണ്ട്. അതേപോലെ തന്നെ കോവയ്ക്ക് നമുക്ക് കുറച്ച് പ്രോസസ്സ് ചെയ്തിട്ട് ഉണക്കി പൊടിച്ചൊക്കെ വെക്കാം. അപ്പോൾ ഇന്ന് നമ്മൾ കുറച്ച് കോവയ്ക്കയുടെ ഗുണങ്ങളെ കുറിച്ച് അറിയാവേ. കോവയ്ക്ക ജീവകങ്ങളുടെ ഒരു കലവറയാണ്. അതായത് വൈറ്റമിൻ എ, ജീവകം എ, അത് നമ്മുടെ കണ്ണിന് ഏറ്റവും ആവശ്യമുള്ളതാണ്. കരോട്ടീൻ നമ്മുടെ കണ്ണിന് ഏറ്റവും അത്യാവശ്യമുള്ളൊരു ജീവകമാണ്. അതുപോലെ വൈറ്റമിൻ സി, ജീവകം സി, അതേപോലെ തന്നെ വൈറ്റമിൻ B1, B2, അതുപോലെ B6. വൈറ്റമിൻ B1 എന്ന് പറയുന്നത് തൈമിനാണ്. തൈമിൻ കോശങ്ങളുടെ വളർച്ചയ്ക്ക്, അതുപോലെ തന്നെ നമ്മുടെ മെറ്റാബോളിസത്തിന്, നമ്മുടെ ശരീരത്തിൻ്റെ പല ഉപാപചയ പ്രവർത്തനങ്ങൾക്കൊക്കെ അത്യാവശ്യമായിട്ട് ഉള്ള ഒരു ജീവകമാണ്. അതേപോലെ തന്നെ റൈബോഫ്ലെവിൻ ഏറ്റവും അത്യാവശ്യം നമ്മുടെ ചുവന്ന രക്താണുക്കളുടെ പ്രൊഡക്ഷനാണ്, റെഡ് ബ്ലഡ് സെൽസ്. അതുപോലെ തന്നെ ഒരുപാട് നമ്മുടെ മെറ്റാബോളിസത്തിന് വേണ്ടിയിട്ടുള്ള ഒരുപാട് കോഎൻസൈംസിനെ ഈ ജീവകങ്ങൾ ഉണ്ടാക്കും. അതേപോലെ തന്നെ വിറ്റാമിൻ B6, പിറിഡോക്സിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താന്ന് വെച്ചാൽ നമ്മുടെ കോശങ്ങളിൽ വേണ്ട ഫ്യൂവൽ, ഇന്ധനം, ആഹാരത്തിൽ നിന്ന് ഫ്യൂവലിന് ഊർജത്തെ ഉണ്ടാക്കുന്ന പല എൻസൈംസിനെയും അതുപോലെ ബൈ പ്രോഡക്ട്സിനെയും ഒക്കെ ഉണ്ടാക്കുന്നത് പിറിഡോക്സിനാണ്. അങ്ങനെ നമുക്ക് പച്ചയ്ക്ക് സാലഡ് ആക്കിയോ അല്ലെങ്കിൽ വെറുതെ ഇങ്ങനെ പറിച്ചെടുത്തിട്ട് നമ്മൾ നല്ലപോലെ കഴുകി തുടച്ച് രാവിലെ ഒരു 3-4 എണ്ണം വെറും വയറ്റിലോ അല്ലെങ്കിൽ നമ്മുടെ ചമ്മന്തിക്കകത്ത് അരച്ചോ ഒക്കെ കഴിക്കണം. കാരണം എന്താന്ന് വെച്ചാൽ ഈ ജീവകങ്ങളുടെ ഒക്കെ പ്രത്യേകത, ഈ ജീവകങ്ങൾ തെർമൽ സെൻസിറ്റീവ് ആണ്. അതായത് ചൂട് വന്നാൽ ഒരുപാട് വാട്ടർ സോലുബിൾ ആയിട്ടുള്ള പല വിറ്റാമിനുകളും ചൂട് കൂടിയ അത് നശിച്ചു പോവും. അതുപോലെ പച്ചയ്ക്ക് കഴിക്കുന്നതാണ് അനുയോജ്യം. നമ്മുടെ വീടുകളിൽ ഒരു കോവൽ പന്തൽ ഉണ്ടാവുക എന്ന് പറയുന്നത് നമ്മുടെ ആരോഗ്യത്തിനും നമ്മുടെ ശരീരത്തിന്റെ എല്ലാ പ്രവർത്തനത്തിനും ഏറ്റവും അത്യാവശ്യമാണ്. ഞങ്ങളുടെ ഒരു പ്രിയപ്പെട്ട സുഹൃത്തായിട്ടുള്ള ശ്രീകുമാർ കൊപ്പിളിച്ചേട്ടൻ എന്നോടിങ്ങനെ വർത്താനത്തില് ഒരു അറിവ് ഇങ്ങനെ പങ്കുവെക്കുകയാണ്. കോവലുള്ള വീട്ടിലും കോഴിയുള്ള വീട്ടിലും ശ്രാദ്ധം നടത്താറില്ല എന്നുള്ളത്. കോഴി ഇങ്ങനെ ഒരുപാട് അവിടെ ഇവിടെയൊക്കെ കഷ്ടിച്ചൊക്കെ വെക്കുന്നതുകൊണ്ട് വൃത്തിയുള്ള സ്ഥലത്ത് ശ്രാദ്ധം നടത്തണം എന്നുള്ളത് കൊണ്ടാണ് അങ്ങനെ പഴയ ആൾക്കാർ പറയാ. പക്ഷെ കോവലുള്ള വീട്ടിലെന്ന് പറഞ്ഞാൽ കോവല് വളരെ ഒത്തിരി ഗുണമുള്ള സംഭവങ്ങൾ, അതായത് വിറ്റാമിൻ സി ആയിക്കോട്ടെ, വിറ്റാമിൻ B1, B2, B6, വിറ്റാമിൻ എ, അതുപോലുള്ള ഒരുപാട് ഫൈബർ. അതുപോലെ ഡയബറ്റിക് ആയിട്ടുള്ള ആൾക്കാർക്ക് രക്തത്തിലെ പഞ്ചസാരയുടെ അളവിനെ കുറയ്ക്കുകയും അവരുടെ മെറ്റാബോളിക് ആക്ടിവിറ്റീസ് ത്വരിതപ്പെടുത്തുകയൊക്കെ ചെയ്യുന്നതുകൊണ്ട് ഔഷധ ഗുണം എന്ന് പറയില്ല, ആഹാര ഗുണം എന്ന് പറയണം. അത്രയും നല്ലൊരു പച്ചക്കറിയാണ്. അതുകൊണ്ട് തന്നെ 80 വയസ്സിന് മേലെ ഡെയിലി നമ്മളത് കഴിച്ചാൽ 80 വയസ്സിന് മേലെ നമ്മുടെ ആയുസ് വർദ്ധിക്കുകയും 80 വയസ്സിന് മുകളിൽ ജീവിച്ചിരിക്കുന്നവർക്ക് അവർ മരിച്ചു കഴിഞ്ഞാൽ 80 വയസ്സിന് ശേഷം മരിച്ചു കഴിഞ്ഞാൽ ശ്രാദ്ധം നടത്തേണ്ട ആവശ്യമില്ലെന്ന് പണ്ടത്തെ ആൾക്കാർ പറയുന്നതുകൊണ്ടാണ് ആ പഴഞ്ചൊല്ല അന്യത്വമാക്കുന്ന നിലയിലാണ്. അതുപോലെ തന്നെ ഒരുപാട് ഉണ്ടാവുന്ന സമയത്ത് നമുക്കിതൊരു ബുദ്ധിമുട്ടാണ് എന്ത് ചെയ്യുന്നുള്ളത്. ഇത് ഉണക്കിയിട്ട് നമുക്ക് പൊടിച്ച് ദോശമാവിലും അതേപോലെ തന്നെ കറികളിലും കുറേശ്ശെയൊക്കെ ആയിട്ട്, അതുപോലെ തന്നെ നമുക്ക് ഇഡ്ഡലിക്കോ അപ്പത്തിനോ ഒക്കെ ചേർക്കാൻ പറ്റും. ചമ്മന്തിപ്പൊടിക്കകത്ത് ചേർക്കാൻ പറ്റും. ഉണക്കി പൊടിച്ചിട്ട് 15 കിലോ ഉണക്കിയാലാണ് നമുക്ക് ആകെ പട ഒരു കിലോ ഒക്കെ കിട്ടുക. അത്രയും വേണം ഉണങ്ങി വരുമ്പോൾ, കാരണം വാട്ടർ കണ്ടന്റ് കൂടുതലായതുകൊണ്ട് തന്നെ. അപ്പോൾ ഏറ്റവും നല്ലൊരു
ആരോഗ്യം നൽകുന്ന ഒരു പച്ചക്കറി ആണ് കോവല്. എല്ലാവരും ഒരു മൂട് കോവലെങ്കിലും, 1 സെന്റ് സ്ഥലമൊന്നും വേണമെന്നില്ല, ഒരു 1/2 സെന്റ് സ്ഥലത്തെങ്കിലും, ഒരു 20 മീറ്റർ സ്ക്വയർ സ്ഥലത്തെങ്കിലും ഒരു കോവൽ പന്തല് ഉണ്ടാക്കിയാൽ നമുക്ക് ഈ ഇലയും ശരിക്കും പറഞ്ഞാൽ കോവയ്ക്ക ഉണ്ടാവാത്ത സമയത്ത് നമുക്ക് ഇലയും അരിഞ്ഞ് തോരൻ വെക്കാം. നല്ല രുചിയാണ്. വിറ്റാമിൻ എയുടെ ഒക്കെ കലവറയാണ് ഇല. അപ്പോൾ സ്നേഹം, സന്തോഷം, നന്മകൾ.